ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് യോനയുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീഷിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യോഫാവിലേക്ക് ചെന്നു. തർശീഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീഷിലേക്ക് പോകുവാൻ അതിൽ കയറി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വീകരിപ്പാനും കർത്താവ് തന്ന നല്ല സാവകാശത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചിന്തിച്ച വേദഭാഗം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ. ഇവിടെ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീഷിലേക്ക് ഓടിപ്പോകുന്ന ഒരവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് ദൈവത്തോട് മറുതലിച്ചുള്ള ഒരു യോനായുടെ ഈ പ്രവൃത്തിയെ ഇത് വിമർശിക്കത്തക്ക നിലവാരത്തിൽ നമുക്ക് തോന്നാം. ദൈവിക പദ്ധതികൾ എന്താണ്? ഒരിക്കൽ ദൈവാത്മാവ് അവനോട് പറഞ്ഞു നിനവയിലേക്ക് പോകുവാൻ. എന്നാൽ താൻ നിനവയിലേക്കല്ല കടന്നുപോയത്, തർശീഷിലേക്കാണ് കടന്നുപോയതെന്ന് നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇപ്പൊ യഹോവ ആവശ്യപ്പെട്ടതനുസരിച്ച് ചെയ്യാതെ തന്റെ ഇഷ്ടത്തിന് തന്നിഷ്ടക്കാരനായ പ്രവാചകൻ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകേണ്ടതിന് തനിക്കിഷ്ടമുള്ള പ്രകാരം ചെയ്യുവാനിടയായി. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറ്റൊരിടത്തേക്ക് പോകുവാനാണ് തന്നോട് കൽപ്പിച്ചത്. എന്നാൽ താൻ ഇഷ്ടപ്പെട്ട സ്ഥലം അതല്ലായിരുന്നു, ദൈവഹിതത്തിനുള്ള സ്ഥലം അതല്ലായിരുന്നു. എന്നാൽ ദൈവാത്മാവിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവമക്കളെ, ദൈവം പറയുന്ന നിയോഗപ്രകാരം നാം മുൻപോട്ട് പോയില്ല എങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം മുൻപോട്ട് പോയില്ല എങ്കിൽ ദൈവത്തിൽ നിന്ന് ന്യായവിധി നമ്മുടെ മേൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ ഒരു വാതിൽ തുറക്കപ്പെട്ട് കിടക്കുമ്പോൾ അത് ദൈവഹിതമാണ് എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന പല പ്രിയപ്പെട്ടവരുമുണ്ട്. ദൈവഹിതപ്രകാരം മുന്നേറുവാൻ ആ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുവാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ മുൻപിൽ പല വഴികളും തുറന്നിരിക്കും. എന്നാൽ ദൈവഹിതമുള്ള വഴി ഏതെന്ന് നാം തിരിച്ചറിയണം. ഇവിടെ യോന തർശീഷിലേക്ക് പോയതല്ല വിഷയം, മറിച്ച് ദൈവത്തിന്റെ വാക്കിനെ അവൻ അനുസരണക്കേട് കാണിച്ചതാണ് വിഷയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാക്കിനെ അനുസരിക്കാതെ പോയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ഏത് വഴിയിൽ പോകണമെന്ന്, നാം ഏതൊക്കെ വഴിയിലൂടെ പോകണമെന്ന് ദൈവമാണ് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നമ്മുടെ ജീവിതം നയിക്കപ്പെടുവാൻ ഇടയാകണം. ഇവിടെ നമുക്ക് പലപ്പോഴും നല്ലതെന്ന് നമ്മൾ ഓരോരുത്തരും നല്ലതെന്ന് തോന്നുന്ന വഴിയാണ് തിരഞ്ഞെടുക്കാറുള്ളത്, അല്ലേ? എന്നാൽ ദൈവത്തിന്റെ ഹിതം ഏതോ അത് തിരഞ്ഞെടുക്കപ്പെടുവാൻ നമുക്ക് ഇടയാകണം. നോക്കിക്കേ, ഇവിടെ ദൈവ നിയോഗ പ്രകാരമല്ലാത്ത സ്ഥലത്തേക്കാണ് ഇവിടെ യോന കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായത്. നാം വേദഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നത്, അവൻ പുറപ്പെട്ട് യോഫാവിലേക്ക് ചെന്നിട്ട് തർശീഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് അവിടുന്ന് താൻ ഒരു ടിക്കറ്റ് ഒക്കെ കട്ട് ചെയ്തിട്ട് താൻ എന്ത് ചെയ്തു? തർശീഷിലേക്ക് പോകുവാനായിട്ട് ഇടയായി. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത്, യോന അതിന്റെ 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്ന യോനയാ. അമിത്തായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത്, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിനെതിരെ പ്രസംഗിക്കുക, എന്തെന്നാൽ അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ നിനവയിലേക്ക് കടന്നുപോയി അവിടുത്തെ ജനത്തോട് പ്രസംഗിക്കണം. കാരണം ആ ജനം ദൈവത്തിന് വിരുദ്ധമായി പല കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ആത്മാർത്ഥയോടെ ഒരു കാര്യം പറയട്ടെ, ദൈവാത്മാവ് നമ്മളോട് എന്തു പറയുന്നുവോ അത് ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടാതിരിക്കുമ്പോൾ, ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി നാം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ദൈവം അതിന്റെ മേൽ നമുക്ക് അനുഗ്രഹത്തിന് പകരം നമുക്ക് കഷ്ടമായിരിക്കും തരുന്നത്. പക്ഷേ ദൈവത്തിന്റെ വാക്കിനെ യോന എന്ത് ചെയ്തു? അവൻ അനുസരിച്ചില്ല. ദൈവസന്നിധി വിട്ടിട്ട് അവൻ ഓടിപ്പോകുകയാണ്. അവരുടെ ദുഷ്ടത വലിയതായതുകൊണ്ടാണ് ദൈവാത്മാവ് അവർക്ക് യോന ചെന്ന് അവർക്ക് എതിരായി പ്രസംഗിച്ചാൽ അവർ മാനസാന്തരപ്പെടുമെന്ന് അറിയാവുന്നത് കൊണ്ട് ദൈവമായ യഹോവ യോനയോട് സംസാരിച്ചത്. എന്നാൽ യോന നേരെ എന്ത് ചെയ്തു?
പേടിച്ച്, ആ ജനത്തെ പേടിച്ചിട്ട് തർശീഷിലേക്ക് കപ്പൽ പുറപ്പെട്ടു. സംഭവിച്ചത് എന്താ? കപ്പൽക്കാർ ഭയപ്പെട്ടു. ആ സംഭവം എന്നാന്നറിയാമോ? 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവ സമുദ്രത്തിൽ ഒരു കൊടുങ്കാറ്റടിപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയ കൊടുങ്കാറ്റുണ്ടായി. കാരണം ദൈവവചനത്തെ, ദൈവത്തിന്റെ വാക്കിനെ അനുസരണക്കേട് കാണിച്ചിട്ടാണ് യോന, ആമേൻ, ഈ തർശീഷിലേക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അവൻ നേരെ നോക്കിയപ്പോ കപ്പൽ കിടപ്പുണ്ട്, ടിക്കറ്റ് കിട്ടി, യാതൊരു തടസ്സങ്ങളുമില്ല, സീറ്റ് കിട്ടി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? അയ്യോ, എല്ലാം എനിക്ക് ഓക്കെയാണ്, എല്ലാം എനിക്ക് അനുകൂലമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ദൈവഹിതമാകണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ മനോരഥങ്ങൾക്കനുസരിച്ച് നാം മുന്നേറുമ്പോൾ, അതിന് നമ്മുടെ മനോരഥത്തിന് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയും നമ്മൾ അതിലേക്ക് ദൈവഹിതമാണെന്ന് പറഞ്ഞ് ചുവടുകൾ വെക്കുവാൻ തക്കവണ്ണം ഇടയാകുകയും ചെയ്യും. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ദൈവഹിതമല്ല എങ്കിൽ അവിടെ പ്രതികൂലങ്ങൾ നേരിടുവാൻ ഇടയാകും. അതുകൊണ്ടാണ് അവിടെ വലിയ കൊടുങ്കാറ്റുണ്ടായത്. അങ്ങനെ കൊടുങ്കാറ്റുണ്ടായിട്ട് കപ്പലിന് ഭയങ്കരമായിട്ട് ആടി ഇളകി, ഭയങ്കര കടലല്ലേ, കോപിച്ചിരച്ച് കലങ്ങി, വലിയ ക്ഷോഭത്തോടെ കടൽ തിരകൾ കപ്പലാടി ഉലയുമാറായി. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്തു? ആ കപ്പലിലുണ്ടായിരുന്ന ജോലിക്കാരെല്ലാവരും കൂടി ചേർന്ന് കപ്പലിന്റെ ഭാരം കുറയ്ക്കുവാൻ സാധനങ്ങൾ, അതിന്റെ ഉണ്ടായിരുന്ന ഒത്തിരി ധാരാളം സാധനങ്ങൾ ഉണ്ടല്ലേ, ആ വെയിറ്റ് ഉള്ള സാധനങ്ങളെല്ലാം ഒരു പക്ഷെങ്കിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ജോലിയൊക്കെ കഴിഞ്ഞ് തന്റെ സ്വന്തം നാട്ടിലേക്ക് പോകുന്ന ആളുകൾ കാണും അല്ലേ, മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ബിസിനസ്സുകാരായുള്ള ആളുകൾ കാണും, ധാരാളം സാധനങ്ങളൊക്കെ കഷ്ടപ്പെട്ട് അവരുടെ അധ്വാനത്തിന്റെ ഫലവുമായിട്ട് കടന്നു പോകുമ്പോൾ ഇത്രമാത്രം ഭാരം കപ്പലിന് താങ്ങുവാൻ കഴിയാതെ വന്നപ്പോൾ അതെല്ലാം വലിച്ച് ആഴക്കടലിലേക്ക് എറിയുവാനിടയായി. എന്നാൽ അവിടെയും കാറ്റ് ശമിച്ചില്ല, കടൽ ഇളകിക്കൊണ്ടിരുന്നു. എന്നാൽ അവസാനം എന്താ സംഭവിച്ചത്? കപ്പൽ പ്രമാണി ഇറങ്ങി വന്നു. എന്താണ് കാരണം? എല്ലാ കപ്പലും പരിശോധിക്കുവാനിടയായി. അവസാനം നോക്കിയപ്പോൾ ഏറ്റവും കപ്പലിന്റെ അടിത്തട്ടിൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാണ്. സുഖമായിട്ടാണ് കിടന്നുറങ്ങുന്നത്, അല്ലാതെ മയക്കത്തിലൊന്നുമല്ല, സുഖനിദ്രയാണ്. ഒന്നും അറിയാത്തവനായിട്ട് കിടന്നുറങ്ങുകയാണ്. സീറ്റൊക്കെ കിട്ടിയില്ലേ? ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം ദൈവവാക്കിനെ ലംഘിച്ചിട്ട് സുഖകരമായ ഒരു ജീവിതം കിട്ടുമ്പോൾ നീ ചിന്തിക്കും, ഇത് എനിക്ക് എന്റെ അധ്വാന ഫലം കൊണ്ട്, എന്റെ കഴിവുകൊണ്ട് ഇത് ദൈവഹിതമാണ് എനിക്ക് കിട്ടിയതെന്നൊക്കെ ചിന്തിച്ച് വീമ്പിളക്കിയേക്കാം. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവവചനത്തെ അതിലംഘിച്ചുകൊണ്ട് നടക്കുന്നവരെ നാം മുഖാന്തരം മറ്റുള്ളവർക്ക് അതൊരു ഭാരമായി മാറുവാൻ ഇടയാകും. ഒരു പക്ഷെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ദൈവ വചനത്തിന്റെ മുൻപാകെ ദൈവവചനത്തെ അതിലംഘിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടോ, ആ കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഒരു വ്യക്തി ഒരു ദൈവസഭയ്ക്കകത്തുണ്ടോ, ആ ദൈവസഭയ്ക്ക് പ്രയാസമുണ്ടാകും. ഒരു പ്രാർത്ഥന ഗ്രൂപ്പിലോ ഹല്ലേലൂയ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ എങ്ങനെയും ആകട്ടെ, ഈ ദൈവഹിതമല്ലാത്ത ദൈവപ്രവൃത്തിക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരു വ്യക്തി ദൈവനാമത്തിന് ആക്ഷേപം വരുത്തുവാൻ എഴുന്നേറ്റാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. ഇവിടെ കപ്പലിലുണ്ടായിരുന്ന ജോലിക്കാർ ആ സാധനങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞു. നോക്കിക്ക്, എന്തോ ഒരു കഷ്ടം അല്ലെ, ഒരു വ്യക്തി മുഖാന്തരം എന്തോ ഒരു കഷ്ടമാണ് ആ ജനത്തിനുണ്ടായത്. അവര് ദൈവത്തെ അറിയുന്നവരല്ല എങ്കിൽ പോലും അവരവരുടെ ദേവന്മാരോട്, അവരുടെ ദൈവങ്ങളോട് അവർ നിലവിളിച്ചിട്ട് ഒരു ഫലവും ഉണ്ടായില്ല, ഒരു രക്ഷയും ഉണ്ടായില്ല. അങ്ങനെയാണ് അവർ എന്ത് ചെയ്തത്? ഈ കപ്പൽ അടിത്തട്ടിലേക്ക് കപ്പിത്താൻ ഇറങ്ങി ചെന്നിട്ട് കപ്പൽ പ്രമാണി എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ ഒരുത്തൻ കിടന്നുറങ്ങുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയിട്ട് എങ്ങനെ ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുവാൻ കഴിയും? ഒരു പക്ഷെങ്കിൽ അവൻ ജനത്തെ ഭയപ്പെട്ട് കാണും, നിനവയിലെ ജനത്തെ ഭയപ്പെട്ട് കാണും. എന്നാൽ അതിലുപരി ദൈവത്തെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥയോടെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവ ഭയം ഉണ്ടാകണം, ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് നാം പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. നമ്മുടെ മനസ്സിന്റെ ഇഷ്ടത്തിന് വേണ്ടി നാം എന്തെല്ലാം പിടിവാശികളാണ് കാണിക്കുന്നത് അല്ലെ. നമ്മളുടെ ആഗ്രഹിക്കുന്ന ചിലർ ഉപവസിച്ചിട്ട് എനിക്കിത് കിട്ടിയേ മതിയാകൂ, എനിക്ക് അങ്ങനെ കാര്യം നടത്തി തന്നേ മതിയാകൂ, അത് ദൈവഹിതമല്ല എങ്കിലും പിടിച്ചു വാങ്ങിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു കഥയോ ഇങ്ങനെ ഓർത്തു പോവുകയാണ് ഈ തരുണത്തില്. ഒരിക്കല്
ഒരു കൊച്ചുകുട്ടിയെ നോക്കാനായിട്ട് ഒരു വേലക്കാരത്തി ഒരു ഭവനത്തിൽ വെച്ചിരുന്നു. അപ്പോൾ ഈ വേലക്കാരത്തിയുടെ കയ്യിൽ ഈ കുട്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ജനലിന്റെ അരികിലാണ് ഈ കുട്ടിയും വേലക്കാരിയും നിൽക്കുന്നത്. ഒരു കടന്നൽ പറന്നു വരികയാണ്. അപ്പൊ ഈ കുട്ടിക്ക് അറിയത്തില്ല ഇത് കടന്നലാണോ മറ്റെന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ. കുട്ടി എന്താ ഇങ്ങനെ കരയാൻ തുടങ്ങി. എനിക്ക് അതിനെ വേണമേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ വേലക്കാരത്തി അത് വിലക്കി, അത് കടന്നൽ കുത്തുന്നതാണെന്ന്. പക്ഷെ കുട്ടിക്കുണ്ടോ മനസ്സിലാകുന്നു. കുട്ടിയുടെ കരച്ചിലിന്റെ ശബ്ദം അങ്ങ് ഉയരാൻ തുടങ്ങി. അപ്പോൾ വീട്ടിലെ യജമാനത്തി ചോദിച്ചു, ഈ കുട്ടി എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അവൻ ആവശ്യപ്പെടുന്ന കാര്യം എന്താണല്ലോ അവന് കൊടുക്ക എന്ന് ആ കുട്ടിയുടെ മാതാവ് വളരെ ദേഷ്യത്തോടെ വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയപ്പെട്ടവരെ, ഈ വേലക്കാരത്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ അവന്റെ അമ്മയുടെ ആജ്ഞ പോലെ എന്തു ചെയ്തു? ഈ കടന്നൽ ഈ കുട്ടിയുടെ കയ്യിൽ പിടിച്ചു കൊടുത്തു. ഞാൻ പറയട്ടെ, അവൾക്ക് അതേ ചെയ്യാൻ പറ്റിയുള്ളൂ. പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ കുട്ടി ആദ്യം കരഞ്ഞാലും അതിശക്തമായി കരയാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി, ഇടതടവില്ലാതെ കരയാൻ തുടങ്ങി. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ അവൻ കരയുന്നത്? അപ്പോൾ ഈ വേലക്കാരത്തി വളരെ ശാന്തമായിട്ട് പറഞ്ഞു, അതെ, അവൻ ആഗ്രഹിച്ചത് അവന്റെ കയ്യിൽ കിട്ടി, അതുകൊണ്ടാണ് അവൻ കരയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അവൻ ആഗ്രഹിച്ചത് അവന് കിട്ടിയപ്പോൾ അവന് കരച്ചിൽ കൂടുവാൻ തക്കവണ്ണം ഇടയായി. അവന്റെ മാതാവിന് മനസ്സിലായി തന്റെ സ്വാർത്ഥതയുടെ കാര്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മുടെ അനുസരണക്കേടിന്റെയും സ്വാർത്ഥതയുടെയും ഫലം വേദനയായിട്ട് നമുക്ക് ഉയരുവാൻ, നഷ്ടങ്ങളായിട്ട് ഉണ്ടാകുവാൻ ഒക്കെ ഇടയാകും. അതുകൊണ്ട് ഇവിടെ ഇതാ യോന തന്റെ സ്വാർത്ഥതയുടെ കാരണത്താൽ മറ്റുള്ളവർക്കും കൂടി ഒരു ഭാരമായി തീരുവാനാണ് ഇടയായത്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഇന്ന് പകലിൽ ആരെങ്കിലും സ്വന്തം സ്വാർത്ഥതയിൽ ജീവിതം നയിക്കുന്നവരായിട്ടുണ്ടോ? ദൈവമക്കളെ, ഇന്ന് അതിൽ നിന്ന് ഒരു ഗുഡ് ബൈ പറയുവാൻ ഇടയാകണം. ദൈവ ഇഷ്ടം എന്തോ അതിനനുസരിച്ചൊരു ജീവിതം നയിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകണം. ഇവിടെ യോന ഇങ്ങനെ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മുഴുവനും നഷ്ടം വരുത്തി. അവസാനം എന്താ സംഭവിച്ചത്? നമുക്ക് ആ വേദഭാഗം അവിടെ വായിക്കാം. അനന്തരം എല്ലാവരും കടന്നു വന്നിട്ട് പറഞ്ഞു, 7-ാം വാക്യം, അനന്തരം അവർ, വരുവീൻ, ആര് നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്ന് അറിയേണ്ടതിന് നമുക്ക് ചീട്ടിടാമെന്ന് പരസ്പരം പറഞ്ഞു. അങ്ങനെ അവർ ചീട്ട് യോനയ്ക്ക് വീണു. അപ്പൊ കപ്പൽ പ്രമാണി 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നതെന്തേ? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ഒരു പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. നോക്കിക്കേ, മറ്റുള്ളവരെല്ലാം അവരുടെ ദേവീദേവന്മാരോട് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോന എന്ത് ചെയ്യുകയായിരുന്നു? സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു. ഇന്ന് പല ദൈവമക്കളും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ കഷ്ടതയിൽ ആഴ്ത്തിക്കൊണ്ട്, വേദനയിൽ ആഴ്ത്തിക്കൊണ്ട്, നിരാശയിൽ ആഴ്ത്തിക്കൊണ്ട്, അനേക പീഡനങ്ങൾ, പ്രയാസങ്ങൾ ദൈവമക്കൾക്കെതിരെ കടന്നു വരുമ്പോഴും എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് പലരും ഇന്ന് സുഭിക്ഷമായി കിടന്നുറങ്ങുന്ന അവസ്ഥകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥയോടെ പറയട്ടെ, ഇതാകുന്ന നിലവിളിക്കുവാനുള്ള സമയം. അത് ഉറങ്ങുന്നവരെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക. ആമേൻ. ഉറങ്ങുന്നവരെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുക. കാരണം ഇന്ന് പകൽക്കാലം അനേകർ കഷ്ടത്തിലായിരിക്കുകയാണ്. നഷ്ടങ്ങൾ വരാനിരിക്കുന്നു, ക്ലേശങ്ങൾ വരാനിരിക്കുന്നു, നമ്മുടെ രാജ്യത്ത് വലിയ അനർത്ഥങ്ങൾ വരാനിരിക്കുന്നു, നമ്മുടെ കേരളത്തിന്റെ അവസ്ഥകളിൽ വലിയ പ്രയാസങ്ങൾ വരാനിരിക്കുന്നു, കഷ്ടപ്പാടുകൾ വരാനിരിക്കുന്നു. വരും ദിനങ്ങളിൽ ക്ലേശവും നിലവിളിയും രാജ്യത്ത് നിന്ന് ഉയരുമ്പോൾ കേരളത്തിൽ നിന്ന് ആമേൻ അയ്യംവിളി ഉയരുന്നു. അതിനുള്ള സമയം അടുത്തിരിക്കുകയാണ്. ആമേൻ. ദൈവാത്മാവിനോട് വ്യക്തമായി പറയുകയാണ്, അയ്യംവിളിയുടെ സമയം അടുത്തിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ, നിങ്ങൾ ഉണരുവീൻ, നിങ്ങൾ ഉണരുവീൻ, നിങ്ങൾ ഉണരുവീൻ, ഉണർന്നെഴുന്നേൽക്കുവീൻ. കരയുവാൻ തയ്യാറാകെ നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി, ആമേൻ, കേരളത്തിന്റെ അവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി, ലോകരാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവാൻ തയ്യാറാകെ ദൈവാത്മാവ് പറയുന്നു, നീ ഇന്ന് ഉറങ്ങുന്ന അവസ്ഥയിൽ എഴുന്നേൽക്ക്. അവിടെ കപ്പൽ പ്രമാണി വന്നിട്ട് യോനായോട് ചോദിച്ചു, നീ ഇങ്ങനെ എങ്ങനെ കിടന്നുറങ്ങും? എല്ലാവരും അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത്രമാത്രം നമ്മുടെ രാജ്യത്ത് അനർത്ഥം വരുവാൻ പോകുമ്പോൾ നാം ഇന്ന് മയങ്ങി ഇരിക്കരുതേ. ഒരു സമയത്ത് ആമേൻ, എസ്തർ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ ജനത്തിന് വേണ്ടി ഞാൻ ഉപവസിക്കും. മൊർദെഖായി എസ്തറിനോട് ആള് വിട്ട് പറഞ്ഞു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരിടത്തു നിന്നും ദൈവം ഉദ്ധാരണം കൊടുക്കും. എന്നാൽ അവിടെ എസ്തർ പ്രാർത്ഥിക്കുവാനിടയായി. എന്നിട്ട് രാജാവിന്റെ മുൻപിൽ വ്യവസ്ഥ പ്രകാരമല്ല എങ്കിലും ചെന്നു. പ്രിയപ്പെട്ടവരെ, അവൾ വിടുതൽ പ്രാപിക്കുവാനിടയായി.
തന്റെ ജനത്തിന്റെ നാശം അവൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവളെ സങ്കടപ്പെടുത്തി. തന്റെ ജനത്തിന് വരുവാനിരിക്കുന്ന നാശം, അവരെ കഴുകുമരത്തിൽ കയറ്റുവാനിരിക്കുന്ന അവസ്ഥ, അവരെ കൂട്ടമായി കൊല്ലുവാനിരിക്കുന്ന അവസ്ഥ അവൾക്ക് അസഹനീയമായി തോന്നിയെങ്കിൽ അവൾ ദൈവസന്നിധി നെടുമ്പാട് വീണ് തന്റെ ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുവെങ്കിൽ, ദൈവം അതിന് വിടുതൽ കൊടുത്തുവെങ്കിൽ, ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സ്വാർത്ഥത വിട്. നമുക്കൊരു പക്ഷേ ഇന്ന് പ്രയാസങ്ങൾ ഒന്നുമില്ലായിരിക്കാം, പ്രതികൂലങ്ങൾ ഒന്നുമില്ലായിരിക്കാം. നമുക്ക് കയറി കിടക്കുവാൻ പാർപ്പിടവും, ഭക്ഷിക്കുവാൻ ഭക്ഷണവും, ധരിക്കാൻ വസ്ത്രവും, സഞ്ചരിക്കാൻ വാഹനങ്ങളും, നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ആമേൻ ധാരാളം ബാങ്ക് ബാലൻസുകളും എല്ലാം നമുക്കുണ്ടായിരിക്കാം. നമുക്കൊരു പ്രയാസവും ഇല്ലായിരിക്കാം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർ കഷ്ടതയിലാണ്, അനേകർ പ്രയാസത്തിലാണ്, അനേക കുഞ്ഞുങ്ങൾ ഇന്ന് ഭക്ഷണമില്ലാതെ വലയുകയാണ്, അനേകർ ഇന്ന് പ്രതികൂലത്തിന്റെ നടുവിൽ കടന്നു പോകുമ്പോൾ ഇന്ന് നാം മിണ്ടാതിരിക്കരുതേ. കിട്ടുന്ന സമയം പ്രാർത്ഥിക്കണം. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നാം കിട്ടുന്ന സമയമൊക്കെയും തക്കത്തിൽ വിനിയോഗിച്ചു കൊള്ളണം. പ്രാർത്ഥിക്കുവാൻ കിട്ടുന്ന സമയം നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ദൈവകൃപ ഏറ്റെടുക്കണം. സ്വാർത്ഥരായി ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് നാം ഈ 3:30 മുതൽ 5:15 വരെ സമയം നാം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിക്കുമ്പോൾ വേറെ പണിയൊന്നുമില്ലേ? ഈ ഉച്ച കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് അല്പസമയം കിടന്നുറങ്ങാമല്ലോ എന്ന് ചിന്തിച്ച് ഉറങ്ങുന്നവരെ, ശരീരത്തിലെ ക്ഷീണം മാറിക്കിട്ടും, എന്നാൽ നിന്റെ ജനം നശിച്ചു പോകുന്നത് നീ അറിയുന്നില്ലല്ലോ. രാത്രികാലങ്ങളിൽ കണ്ണീരൊഴുക്കാൻ കഴിയുന്നുണ്ടോ? പകൽക്കാലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്നുണ്ടോ? തന്റെ ജനത്തിന്റെ നാശമോർത്തിടിയിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നിന്റെ നാശവും അടുത്തിരിക്കുകയാണ്. ഇതാ യോനയ്ക്ക് ചീട്ട് വീണു, നമുക്കും ചീട്ട് വീഴുവാൻ സമയം അടുത്തിരിക്കുക. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, സ്വാർത്ഥതയെ വിട്ടെഴുന്നേൽക്ക, സ്വാർത്ഥതയെ വിട്ടെഴുന്നേൽക്ക. ഇത് യോനയ്ക്ക് ചീട്ട് വീണു. അവസാനം എന്താ സംഭവിച്ചത്? അതിന് അവനോട് ചോദിച്ചു, ഹല്ലേലൂയ, എന്ത് ചെയ്യണം? നീ അതിന് ചീട്ട് വീണിട്ട് ചോദിച്ചു, നീ ആരാണ്? അതിനവൻ പറയുകയാണ്, നീ ഏത് ജാതിക്കാരനാ? നിന്റെ തൊഴിലെന്താ? നീ എവിടെ നിന്നാ വരുന്നത്? നിന്റെ നാടേതാ? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. അതിനവൻ അവരോട്, ഞാനൊരു എബ്രായനാകുന്നു, കടലും കരയും സൃഷ്ടിച്ച യഹോവയെ, സ്വർഗസ്ഥനായ ദൈവത്തെ ഞാൻ ആരാധിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിച്ചു വരിക. ദൈവത്തെ ആരാധിക്കുന്നവനാ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവവചനത്തെ ആമേൻ പ്രിയപ്പെട്ടവരെ നിന്ദിക്കരുതേ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതൽ ഒരിക്കലും ദൈവവചനത്തിന് വിരുദ്ധമായി നിൽക്കരുത്. ദൈവകൽപ്പനയ്ക്ക് അനുസരണക്കേട് കാണിക്കരുത്. ഇവിടെ ഇതാ അവൻ ചെയ്തു. അങ്ങനെ എന്ത് സംഭവിച്ചു? അവർ ചോദിച്ചു, ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് അവനോട്, നീ എന്തിനങ്ങ് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു. കാര്യം ചോദിച്ചു. നിനവേക്ക് പോകേണ്ടവനാണ്, ഞാനിപ്പോ തർശീശിലേക്കുള്ള കപ്പൽ കയറിയിരിക്കുന്ന സത്യാവസ്ഥകളെല്ലാം അവൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാട്ടുകാരുടെ മുൻപിൽ നമ്മളെ നാണം കെടുത്തേണ്ട അവസ്ഥകൾ നമ്മുടെ അനുസരണക്കേട് കൊണ്ട് ഉണ്ടാകരുത്. ഞാനൊരു ദൂതായിട്ട് പറയട്ടെ, ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, അല്പസുഖത്തിന് വേണ്ടി, അല്പ പണത്തിന് വേണ്ടി, അല്പ സന്തോഷത്തിന് വേണ്ടി ദൈവവചനത്തിന് വിരുദ്ധമായി ചെയ്ത കാര്യങ്ങൾ ആമേൻ ഇന്നറക്കകത്തിയെന്ന് നാളെ പുരമുകളിൽ ഘോഷിക്കേണ്ട അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നമുക്ക് നാണം കെട്ടു പോകാൻ, തലകുനിച്ചു പോകുവാൻ ഇടവരാതെ വണ്ണം ദൈവവചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കണം. ദൈവവചനത്തെ അനുസരിക്കണം. ഈ യോന തർശീശിലേക്ക് പോയപ്പോൾ അവൻ നിനവയിലേക്ക് പോകേണ്ടിയവനാ. താൻ അവരുടെ മുൻപാകെ സത്യാവസ്ഥ പറയേണ്ട അവസ്ഥ വന്നു. പിന്നെ അവർ ചോദിച്ചു, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ കാറ്റും കടലും ഒക്കെ ഒന്ന് നിലയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ സാധനങ്ങളെല്ലാം നഷ്ടമായി, എല്ലാം അവർക്കൊന്നുമില്ലാത്ത ശൂന്യാവസ്ഥയായി. അവൻ എന്ത് പറഞ്ഞെന്നറിയാമോ? അവൻ അവരോട് അറിയിച്ചത് ഇങ്ങനെയാണ്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ ഓടിപ്പോകുന്നു. എന്നാൽ സമുദ്രം ക്ഷോഭിച്ചത് കൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യണം? നോക്കിക്കേ, യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയവൻ, യഹോവയുടെ സന്നിധി വിട്ട് ജീവിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ വചനത്തിൽ ദൈവവചനപ്രകാരം ജീവിക്കാൻ തീരുമാനമെടുത്ത് ഇറങ്ങി തിരിച്ചിട്ട്, വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവനാമത്തിന് ആക്ഷേപപ്പെട്ട് ജീവിക്കുന്നുവോ? മടങ്ങി വരിക. ദൈവകൃപയ്ക്കായിട്ട് ജീവിതം ഏൽപ്പിച്ചു തരിക. ദൈവാത്മാവിന് വിധേയപ്പെട്ട് ഒരു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് ജീവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം.
ഇവിടെ യോന ദൈവസന്നിധി വിട്ടിട്ട് എന്ത് ചെയ്തു? ഓടിപ്പോയി. നിനവയ്ക്ക് പോകേണ്ടിവൻ തർശീഷിലേക്ക് കപ്പൽ കയറി. നമുക്കൊരു പക്ഷെ അനുകൂല സാഹചര്യങ്ങൾ 4 വശത്തു നിന്നും വരാം. നമുക്ക് അനുഗ്രഹങ്ങളായിട്ട് ആമേൻ പല നന്മകൾ കടന്നു വരാം. ഇവയൊക്കെ ദൈവത്തിൽ നമ്മെ അകറ്റുന്നതായി മാറരുത്. എനിക്കറിയാം പലപ്പോഴും ആമേൻ ഒരു ദൈവ പൈതൽ ഇതുപോലെ തനിക്ക് അനുയോജ്യമായ സാഹചര്യം ലഭിച്ചു, താൻ പാപം ചെയ്യാതെ ആമേൻ ഓടി അകന്ന അവസ്ഥ. യോസഫ ചെറുപ്പക്കാരൻ നല്ല യൗവനത്തിൽ പൊത്തിഫേറിന്റെ ഭാര്യ അവനെ തന്റെ കൂടെ ശയിക്കുവാനായിട്ട് വിളിക്കുമ്പോൾ താൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ഇടയായി. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ചെറുപ്പക്കാരാരെങ്കിലും ആയിരുന്നുവെങ്കിൽ വീണ് കിട്ടിയ അവസരം മുതലാക്കിയേനെ അല്ലേ? ഇന്ന് പകൽക്കാലം ആത്മാർത്ഥയോടെ ഞാൻ പറയട്ടെ, അവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്നു. എന്നാൽ അവൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. നാളുകൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. അവിടെയും തൻ നാണം കെടേണ്ട അവസ്ഥ ഉണ്ടായെങ്കിൽ അവനെ ദൈവം മറന്നില്ല. ലോകക്കാർ അവനെ മറക്കും, ദൈവം മറന്നില്ല. അവിടെ ഉണ്ടായിരുന്ന പാനപാത്രവാഹകനും അപ്പക്കാരനും ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിന് വ്യാഖ്യാനം പറഞ്ഞുകൊടുത്ത്, അവരുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞുകൊടുത്ത് ആ അപ്പക്കാരൻ യോസഫ് പറഞ്ഞതുപോലെ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു. എന്നാൽ പാനപാത്രവാഹൻ രാജാവിന്റെ അടുത്തേക്ക് കടന്നുപോയി. അവൻ ചെല്ലുമ്പോൾ യോസഫിനെ കുറിച്ച് പറയാമെന്ന് പറയും, മറന്നുപോയി. രാജാവ് പിന്നീട് സ്വപ്നം കണ്ടു. ദൈവ പൈതലെ ഞാൻ പറയട്ടെ, അല്പ കഷ്ടത്തിലൂടെ കടന്നു പോയാലും വ്യവസ്ഥയിൽ നിൽക്കണം. ആമേൻ. വ്യവസ്ഥയിൽ നിൽക്കുന്നവർക്ക് അല്പം കഷ്ടത ഉണ്ടാകും, അത് നിശ്ചയമാണ്. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ ആത്മാർത്ഥയോടെ പറയട്ടെ, കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അവർ കൂടെ വാഴും. നിന്റെ അല്പകാലത്തേക്കുള്ള കഷ്ടത നിന്നെ വലിയ വരുവാനിരിക്കുന്ന നിത്യതയുടെ തേജസ്സിന്റെ ഘനമായി നിന്നെ ഇന്ന് പകൽക്കാലം ഉയർത്തുന്ന ഒരു ദിനമുണ്ട്. നിന്ദിച്ചവരുടെ മുൻപിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പരിഹസിക്കുന്നവർ കാണേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം ദൈവമക്കളെ ജീവിതത്തിൽ അവൻ നൽകി തരും. അതുകൊണ്ട് ദൈവത്തെ വിട്ടൊരു കാര്യം നമുക്ക് പാടില്ല. ദൈവ വഴി വിട്ടൊരു വഴിയിലേക്ക് പോകുവാൻ ഇടവരരുത്. ദൈവാത്മാവിന് വിധേയപ്പെട്ടൊരു ക്രിസ്തീയ ജീവൻ നയിപ്പാൻ ഇടയാകണം. യോസഫ് അങ്ങനെ ചെയ്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ആ പാനപാത്രവാഹൻ മറന്നു. അവൻ ഓർത്തിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ആ രാജാവിന്റെ ജോലിക്കാരനായ ഒരു ചെറിയ ജോലിക്കാരനായിട്ട് അല്പ പാനപാത്രം അല്ലെ വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന ജോലി, എന്തെങ്കിലും കൊട്ടാര ജോലികളിൽ അവൻ ജീവിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, പാനപാത്രവാഹൻ മറന്നത് നന്നായി. ദൈവം അതുകൊണ്ട് അവനെ ഓർക്കുവാൻ ഇടയായി. രാജാവിന് സ്വപ്നം കൊടുത്തു. വ്യാഖ്യാനികൾ ആരുമില്ലാതിരിക്കുമ്പോൾ, ആരും വ്യാഖ്യാനിച്ച ശരിയായ അർത്ഥം വരാതിരുന്നപ്പോൾ പാനപാത്രവാഹകന് യോസഫിനെ ഓർമ്മ വന്നു. രാജാവിന്റെ മുൻപിൽ ഉണർത്തിച്ചു, ഇങ്ങനെ ഒരുത്തൻ ഈ ജയിലിൽ കിടപ്പുണ്ട്, അവനെ വേഗം ഒരുക്കിക്കൊണ്ട് എന്റെ മുൻപിൽ വരുവീനെന്ന് കൽപ്പിച്ചു. അങ്ങനെ യോസഫിനെ രാജാവിന്റെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ യോസഫ് തന്റെ കഴിവിൽ നിന്നുകൊണ്ടല്ല, ദൈവാത്മാവിൽ നിറഞ്ഞവനായി ദൈവാത്മാവിന്റെ ശക്തിയാൽ അവൻ ആ രാജാവിന്റെ സ്വപ്നത്തിന് അവൻ വ്യാഖ്യാനം നൽകുവാനിടയായി. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്? രാജാവിന്റെ വിരലിൽ കിടന്ന മോതിരമൂരി യോസഫിന്റെ കൈവിരലിൽ അണിയിച്ചിട്ട് പറഞ്ഞു, നീ അത്രേ ഇനി ഈ രാജ്യത്തെ, ഞാൻ കഴിഞ്ഞാൽ അടുത്ത ആൾ. പ്രിയപ്പെട്ടവരെ, കൂടെ വാഴും, ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. മിസ്രയീമിലെ രണ്ടാമനായി എത്തേണ്ടതിന് അപ്പന്റെ സഹോദരങ്ങളുടെ മുൻപിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു. ആമേൻ. സഹോദരങ്ങൾ അവനെ ഒട്ടക്കിണറ്റിലിട്ടു. ആമേൻ. അതെ, കച്ചവടക്കാർക്ക് വിറ്റു. പൊത്തിഫേറിന്റെ ഭവനത്തിൽ വന്നു. അവന്റെ ഭാര്യയുടെ കള്ളത്തരം മൂലം എത്രമാത്രം ദുഃഖിതനായി, നിന്ദിതനായി, കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. ഇതിന്റെയൊക്കെ പിൻപിൽ ദൈവിക പദ്ധതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അല്പസമയം കഷ്ട സഹിച്ചാലും ദൈവത്തിന്റെ ഹിതം വിട്ട് നീ ഓടരുത്. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ദൈവ ഇഷ്ടം തികപ്പാൻ ദൈവാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടയാകണം. ദൈവ വഴി വിട്ടുപോയ, ദൈവഹിതം വിട്ടുപോയ ഹല്ലേലൂയ യോനയ്ക്ക് സംഭവിച്ചത് ദൈവഹിതം തിരഞ്ഞെടുക്കാൻ കഴിയാതെ സ്വന്തം ഹിതം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ആമേൻ ആഴക്കടലിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞു കൊള്ളുവാൻ പറഞ്ഞത്. ആഴക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ മഹാമത്സ്യത്തെ ദൈവം കരുതി അവനെ വീണ്ടും എന്ത് ചെയ്തു? ആ മഹാമത്സ്യം 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ഉപവസിച്ചു പ്രാർത്ഥിച്ചു, ദൈവത്തോട് ക്ഷമ ചോദിച്ചു. അവനെ ആ മഹാമത്സ്യം കൊണ്ട് നിനവയുടെ കടൽ തീരത്ത് കൊണ്ട്
ഛർദിക്കുവാൻ ഇടയായി എങ്കിൽ അവനെ കൊണ്ട് ദൈവം ചെയ്യിക്കേണ്ട വേല ചെയ്യിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥതയോടെ പറയട്ടെ, നമ്മെ കൊണ്ട് ദൈവം എന്താഗ്രഹിക്കുന്നു അത് ചെയ്തെടുക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. നാം പലപ്പോഴും ദൈവഹിതം തിരിച്ചറിഞ്ഞിട്ടും സ്വാർത്ഥരായി ജീവിക്കുന്ന അനുഭവങ്ങളുണ്ട്. ആ സ്വാർത്ഥതയുടെ പിടിയിൽപ്പെട്ടു പോകാതെ ദൈവഹിതത്തിനായി നാം ജീവിക്കണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം നമുക്കൊന്നെടുക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആകയാൽ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് തന്നെ നിങ്ങൾ എങ്ങനെ നടക്കേണ്ടുവെന്ന് സൂക്ഷ്മതയോടെ നോക്കുവീൻ. എങ്ങനെ നടക്കുന്നുവെന്ന് സൂക്ഷ്മതയോടെ നോക്കുവീൻ. നമ്മുടെ ജീവിതം എങ്ങനെ നടക്കണം? അജ്ഞാനികളായിട്ടല്ല, വെറും ബുദ്ധിയില്ലാത്തവരെ പോലെയല്ല, കോവർ കഴുതകളെ പോലെയല്ല, ദൈവഹിതത്തിന് ആരാഞ്ഞുകൊണ്ട് ആത്മാവിന്റെ നിറവിൽ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടവരായി ജ്ഞാനികളായിട്ട് നാം നിൽക്കുവാൻ, ജീവിപ്പാൻ ഈ ഭൂപരപ്പിൽ ഇടയാകണം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത്? ആമേൻ. യഹോവ ഭക്തിയ ജ്ഞാനത്തിന്റെ ആരംഭം ദൈവഹിതം ആരാഞ്ഞുകൊണ്ട് ദൈവ വഴികളിലൂടി നിൽക്കുവാൻ, ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവശബ്ദം നാം കേൾക്കുവാൻ ഇടയാകും. ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവശബ്ദം അനുസരിക്കുവാൻ തയ്യാറാകുന്ന പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥത വെടിഞ്ഞു നടക്കുവാൻ, ദൈവഹിതത്തിനായി ആരാഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം നിന്നെ ജ്ഞാനിയാക്കുവാൻ ഇടയാകും. അങ്ങനെ ജീവിക്കുന്നവർക്ക് സൂക്ഷ്മതയുണ്ടാകുവാൻ ഇടയാകും. അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് ഏത് വഴിയിലൂടെ എന്ന് വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കും. ദൈവവചനത്തിൽ 1-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പലപ്പോഴും ഇരിക്കരുതാത്തടത്തിരുന്ന്, നടക്കരുതാത്തടത്ത് നടന്ന്, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിട്ട്, സൂക്ഷ്മതയില്ലാതെ അജ്ഞാനികളായിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ട് അയ്യമ്പിളി കേൾക്കുവാനിട വരുന്നതിലും നല്ലത് ആമേൻ ഭവനത്തിൽ അയ്യമ്പിളി ഉയർത്തുന്നതിന് മുൻപായി ഇന്ന് പകൽക്കാലം തിരുവചനത്തിന് മുൻപാകെ ഇന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? സ്വാർത്ഥതയെ വെടിയെ ആമേൻ അല്പ ജഡസുഖത്തിന് വേണ്ടി സമയം വേർതിരിക്കാതെ, അതിന്റെ നമുക്ക് ഈ വേദഭാഗം വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, മുൻപേ 8-ാം വാക്യം തൊട്ട് നമുക്ക് വായിക്കുവാനും കഴിയുന്നത് ഇങ്ങനെയാണ്: മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. വെളിച്ചത്തിന് മക്കളായി ജീവിക്കുവീൻ. ഇരുളായിരുന്നു, പാപത്തിന്റെ അന്ധകൂപത്തിലായിരുന്നു, ദുഷ്ടന്റെ അധീനതയിലായിരുന്നു. കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചു. ദൈവ ഇഷ്ടം തിരിച്ചറിയുവാൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നാം കടന്നു വന്നിരിക്കുമ്പോൾ ഇനി ഇരുളിന്റെ പ്രവർത്തികൾ, ഇരുളിന്റെ വഴിയിൽ നടക്കുവാൻ ഇടയാകാതെ ഏത് വഴിയിലാണ് നടക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കുവാൻ ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പിന്നീട് അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു: എന്തെന്നാൽ വെളിച്ചത്തിന്റെ ഫലം സർവ്വ നന്മയിലും നീതിയിലും സത്യത്തിലും ആകുന്നു. നമ്മെ വെളിച്ചത്തിൽ നടക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ നടത്തുമ്പോൾ നാം സർവ്വനീതിയിൽ നടക്കും, സത്യത്തിൽ നടക്കും. ഹല്ലേലൂയ. അതിന്റെ സർവ്വ നന്മയും നാം അനുഭവിപ്പാൻ തക്കവണ്ണം മാത്രമല്ല, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പഠിക്കുവാൻ ശ്രമിക്കുവിൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ബുദ്ധി ഉപദേശിക്കുമ്പോൾ ആ ജ്ഞാനികളായിട്ട് നടക്കുന്നവർക്ക് കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവാനും തക്കവണ്ണം ഇടയാകും. മാത്രമല്ല, അങ്ങനെയുള്ളവൻ എന്ത് ചെയ്യും? ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് കൂട്ടാളികളാകരുതേ, അവയെ ശാസിക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളെ വിട്ടോടുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. ഇവിടെ എന്ത് ചെയ്തു? യോന രഹസ്യമായി ചെയ്ത കാര്യം പരസ്യമാക്കപ്പെടുവാനിടയായി. എഫേസ്യ ലേഖനം 5-ന്റെ 12 പറയുന്നു: അവർ രഹസ്യമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോൾ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ദൃശ്യമാകുന്നതെല്ലാം വെളിച്ചമാകുന്നുവല്ലോ. ഹല്ലേലൂയ. നാം ഒരിക്കൽ ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്താൽ, ദൈവഹിതം വിട്ടാൽ, നാം സ്വാർത്ഥേന നമ്മുടെ വഴികളിൽ നടന്നാൽ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയും പുരമുകളിൽ ഘോഷിക്കുന്ന ദിവസമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്വാർത്ഥതയെ വിട്ട് സ്വന്തം വഴികളിലേക്ക് കടന്നു വരുവാൻ, അല്ല ദൈവ ഇഷ്ടത്തിലേക്ക് ജീവിക്കുവാൻ, ദൈവ ഇഷ്ടം തിരഞ്ഞെടുക്കുവാൻ നാം പ്രാപ്തരാകണം. അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണരുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകൽക്കാലം പറയുക, നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി ഇടിവിൽക്കുവാൻ, കരയുവാൻ, പ്രാർത്ഥിപ്പാൻ നാം എഴുന്നേൽക്കുക. ഈ പ്രയർ ലൈൻ അതിനു വേണ്ടിയുള്ളതാണ്. കരയുവാനും പ്രാർത്ഥിക്കുവാനും നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും ഉള്ളതാകിയാൽ ഇന്ന് പകൽക്കാലം ഉണർന്നെഴുന്നേൽക്ക്. ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ജീവനില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ജനത്തിന്റെ നടുവിൽ
ജീവനും വെളിച്ചവും ലഭിച്ച് ദൈവകൃപ അനുഭവിച്ച് കർത്താവിൽ വെളിച്ചമായി വെളിച്ചമായവന്റെ ഇഷ്ടപ്രകാരം നടക്കുവാൻ പ്രാപ്തരാക്കിയ സുബോധമുള്ളവരാക്കി തീർത്ത അജ്ഞാനികളായിരുന്ന നമ്മെ ഇന്ന് അജ്ഞാനികളായിരുന്ന നമ്മെ ജ്ഞാനികളാക്കി തീർക്കുവാൻ കരുണ കാണിച്ച ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. അതുകൊണ്ട് ഈ പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ആകയാൽ അജ്ഞാനികളായിട്ടുള്ള ജ്ഞാനികളായി തന്നെ നിങ്ങൾ എങ്ങനെ നടക്കുന്നു സൂക്ഷ്മതയോടെ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. കർത്താവിന്റെ ഇഷ്ടം ഗ്രഹിക്കണം. യോനയ്ക്ക് പറ്റിയതുപോലെ പറ്റാതെ നമ്മുടെ ജീവിതം ദൈവ ഇഷ്ടത്തിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവിന്റെ നിറവോടെ നമുക്ക് മുന്നേറാം. സ്നേഹിതരെ, ഇന്ന് പകൽക്കാലം തർശീഷിന്റെ സന്തോഷം അനുഭവിക്കുവാൻ ഹാലലുയ ഒരു പക്ഷെങ്കിൽ അവന് നിനവെ ഭയമായിരുന്നിരിക്കാം. നിനവയിലെ ആൾക്കാർ ദുഷ്ടന്മാരാണ്, അവനെ കൊല്ലുമെന്നുള്ള പേടിയാലായിരിക്കാം അവൻ അവിടേക്ക് പോകാതെ തർശീഷിലെ സുഖവും സന്തോഷം, വലിയ പട്ടണമാണ് തർശീഷ്, അവിടുത്തെ സുഖവും സന്തോഷവും ഒക്കെ അനുഭവിപ്പാൻ അവൻ കടന്നുപോയത്. ഒരു പക്ഷെങ്കിൽ ദൈവമക്കളെ, ലോകം ഇതുപോലെ നമ്മെ മാടി വിളിക്കും. നാം ആ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം വിട്ടുകൊടുക്കാതെ ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ് ഈ വഴി. ഹാലലുയ സ്വർഗ കവാടത്തിലേക്കുള്ള വഴി പ്രയാസമാ. ക്രിസ്തീയ ജീവിതം പലപ്പോഴും പട്ടുമത്തിയല്ല, കല്ലും മുള്ളും നിറഞ്ഞതാണ്, ജീവിത ഭാരങ്ങൾ നിറഞ്ഞതാണ്. എന്നാൽ അവയുടെയൊക്കെ നടുവിൽ അതിന്റെ ശ്രേഷ്ഠമേറിയതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരു ഭക്തിക്ക് സാധിക്കും. ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതലേ, നാം ലജ്ജിച്ചു പോകാതെ ദൈവത്തിന്റെ ഉദ്ദേശ്യം എന്താണ്, ദൈവഹിതം എന്താണ്, അവന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിച്ചുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്ന അളവിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏൽപ്പിക്കാം. തന്നിഷ്ടക്കാരനായ പ്രവാചകനെ പോലെ നാം തന്നിഷ്ടക്കാരായി തീർന്നാൽ നാം മുഖാന്തരം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നാം മുഖാന്തരം മറ്റുള്ളവർക്ക് ശാപം, മറ്റുള്ളവർക്ക് നഷ്ടം, നാം മുഖാന്തരം മറ്റുള്ളവർ കഷ്ടം അനുഭവിക്കാൻ ഇടയാകും. അതുകൊണ്ട് ഇന്ന് പകൽവേള കർത്താവിനോട് പറഞ്ഞാൽ മുഖാന്തരം എന്റെ അനുസരണക്കേട് മുഖാന്തരം മറ്റുള്ളവർക്ക് ഭാരമുണ്ടായെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് ഏൽപ്പിക്കാം. ദൈവഹിതത്തിന് വെളിയിൽ ദൈവവൈതലേ യഥാർത്ഥ വിജയമില്ല. ദൈവഹിതത്തിന് വെളിയിൽ യഥാർത്ഥ വിജയമില്ല. അതുകൊണ്ട് ദൈവഹിതത്തിനുള്ളിൽ ഹാലലൂയ ഒരിക്കലും പരാജയവും ഉണ്ടാകത്തില്ല. ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുവാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഇത്രയോളം സമയം അവിടുത്തെ പാദാന്തികെ ദൈവസേനയിലായിരിക്കാൻ സ്വർഗമിടയാക്കിയതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ പരാജയത്തെ വിജയമാക്കി തീർക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വാർത്ഥതകളെ വിട് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ തിരുവചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൂരത്തും ചാരത്തുമായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ടും കർത്താവെ യൂട്യൂബിലൂടെ ഒക്കെ ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം മാനിക്കുകയും അനുഗ്രഹിക്കുകയും കർത്താവെ തിരുവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം മടങ്ങി വരികയും കൃപയാൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ ജ്ഞാനികളായിട്ട് ജീവിപ്പാൻ ദൈവം ഇടയാക്കണം. അതിനായി സമർപ്പിക്കപ്പെടുവാൻ ഓരോ വ്യക്തികളെയും ഒരുക്കിയാട്ടെ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കാതെ ദൈവത്തിന്റെ നാമം ധരിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഇടയാക്കണം. അതിനായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവം മൂലം കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. മറാനാഥ. പ്രൈസ്